നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി ദുബായിലേക്കാണ്. ദുബായിലെ ഒരു ലീഡിംഗ് സെമി ഗവൺമെൻറ് കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട്. 21-നും 37-നും ഇടയിൽ പ്രായമുള്ള 173 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റുള്ള മിനിമം 60 കിലോ വെയിറ്റുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും. സാലറി വരുന്നത് 2267 ഇന്ത്യൻ രൂപയാണ്. 2267 ഇന്ത്യൻ രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിലെ 45,000 രൂപയുണ്ടായിരിക്കും. ഫുഡ് ഉണ്ടാവുകയില്ല. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും സംസാരിക്കാനും കഴിയുന്ന യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. കൂടാതെ ടാറ്റൂസ്, നിങ്ങളുടെ ശരീരത്തിൽ ടാറ്റൂസ് ഉണ്ടാവാൻ പാടുകയില്ല. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ 21-ാം തീയതി സെപ്റ്റംബർ നടക്കാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മുൻകൂട്ടി തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഇൻ്റർവ്യൂ ഒരിക്കൽ കൂടെ പറഞ്ഞിരുന്നു, 21-ാം തീയതി സെപ്റ്റംബർ 21-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ 21-നും 37-നും ഇടയിൽ പ്രായമുള്ള SSLC ക്വാളിഫിക്കേഷനുള്ള 173 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റുള്ള മിനിമം 60 കിലോ വെയിറ്റുള്ള ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും സംസാരിക്കാനും കഴിയുന്ന ടാറ്റൂസ് ശരീരത്തിൽ അടിക്കാത്ത യുവാക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള യുവാക്കളാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ റിയാദിലെ ജായസ് കമ്പനിയിലേക്ക് ബൈക്ക് റൈഡർമാരെ ആവശ്യമുണ്ട്. ഡെലിവറി ഡ്രൈവറായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സാലറി വരുന്നത് 2250 സൗദി റിയാലായിരിക്കും. കൂടാതെ കമ്മീഷനും ഉണ്ടായിരിക്കും. ടാർഗറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ മാസം 450 ഡെലിവറി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 2250 സൗദി റിയാൽ ലഭിക്കുകയുള്ളൂ സാലറി ആയിട്ട്. കൂടാതെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ഓരോ ഡെലിവറിക്കും 6 റിയാൽ വീതം കമ്പനി നിങ്ങൾക്ക് കമ്മീഷനും നൽകുന്നതായിരിക്കും. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 38 വയസ്സിന് താഴെ പ്രായമുള്ള SSLC ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇന്ത്യൻ 2 വീലർ ലൈസൻസ് എടുത്തിട്ട് മിനിമം 2 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം. 22-നും 38-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഒരു അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ താല്പര്യമുള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. ഓർക്കുക. ഉദാഹരണമായി ഞാൻ പറയുന്നു, ഇപ്പോൾ ഈ റിയാദിലെ ജായസ് കമ്പനിയിലേക്കാണ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നതെങ്കിൽ റിയാദ് ജായസ് ബൈക്ക് ഡെലിവറി ഡ്രൈവർ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്പെൻസ്, വിസ, ടിക്കറ്റ് എല്ലാം ഉൾപ്പെടെ 70,000 രൂപയുടെ ഉള്ളിലായിരിക്കും വരിക. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നതും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ്. സൗദി അറേബ്യയിലേക്ക് ഹെവി ഡ്രൈവർമാരെയും ഡൈന ഡ്രൈവർമാരെയും ആവശ്യമുണ്ട്. ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ഹെവി ഡ്രൈവറായിട്ട് ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് മിനിമം 2 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ മാത്രം പോരാ, നിങ്ങൾക്ക് വലിയ വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 4 പേരെയാണ് ആവശ്യം. സാലറി വരുന്നത് 2300 സൗദി റിയാലായിരിക്കും. 2300 സൗദി റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ 50,000 രൂപയോളം ഉണ്ടായിരിക്കും. കൂടാതെ ട്രിപ്പ് അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൈന ഡ്രൈവറായിട്ട് 4 പേരെയാണ് ആവശ്യം. ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ്. ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിയണം. 1800 സൗദി റിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. കേരള കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഉണ്ടാവുകയില്ല. ഇതിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട. അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ്. സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ഈ 2 പോസ്റ്റുകളിലേക്കും. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ റിയാദിലെ കീറ്റ കമ്പനിയിലേക്ക് ബൈക്ക് റൈഡർ ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. സാലറി വരുന്നത് 1950 സൗദി റിയാലായിരിക്കും. ഫിക്സഡ് സാലറിയാണ്. നിങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ടാവുകയില്ല. ഫുഡ് ഉണ്ടായിരിക്കില്ല. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണത്. വീഡിയോ വഴി സെലക്ഷൻ ആണ്. അതായത് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ബൈക്ക് ഓടിക്കുന്ന വീഡിയോ പോലെയുള്ള വീഡിയോ സെലക്ഷൻ ആണ് ഈ വന്നിട്ടുള്ളത്.
കീറ്റ കമ്പനിയിലേക്ക് ബൈക്ക് റൈഡർ ഡെലിവറി ബോയ് ആയിട്ട് 1950 സൗദി റിയാലാണ് സാലറി വരുന്നത്. 1950 സൗദി റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 44,000 ഇന്ത്യൻ രൂപയോളം ഉണ്ടായിരിക്കും. ഫുഡ് ഉണ്ടാവില്ല, അക്കോമഡേഷൻ ഉണ്ടായിരിക്കും. ഇന്ത്യൻ 2 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് മിനിമം 2 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള 38 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9539 12 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് ഖത്തറിലേക്കാണ്. ഖത്തറിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഏതെങ്കിലും ഗൾഫ് രാജ്യത്തെ ലൈസൻസ് നിങ്ങൾക്കുണ്ടായാൽ മതി. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഒറിജിനൽ GCC ലൈസൻസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, അതായത് ഖത്തർ ഒഴികെയുള്ള ബാക്കി ഏതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1400 മുതൽ 1500 ഖത്തർ റിയാൽ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക. കൂടാതെ ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റേതെങ്കിലും GCC രാജ്യത്തെ, ഖത്തർ അല്ലാത്ത മറ്റേതെങ്കിലും GCC രാജ്യത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ കോപ്പിയാണ് ഉള്ളതെങ്കിൽ 1200 ഖത്തർ റിയാലായിരിക്കും സാലറി. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഖത്തർ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ 1800 സൗദി റിയാൽ ഖത്തർ റിയാൽ സാലറി നിങ്ങൾക്കുണ്ടായിരിക്കും. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. ECN പാസ്പോർട്ടുകൾ പരിഗണിക്കും. ECR പാസ്പോർട്ട് ഉള്ളവർക്ക് എക്സ്ട്രാ എമിഗ്രേഷൻ ചാർജ് അധികം ഉണ്ടായിരിക്കും. എക്സ്ട്രാ എമിഗ്രേഷൻ ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള 42 വയസ്സിന് താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ, ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ ഉള്ള 42 വയസ്സിന് താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടോളൂ. എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഖത്തറിലെ ഈ ഹൗസ് ഡ്രൈവർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ്. ഒമാനിലെ ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിരവധി തൊഴിൽ അവസരങ്ങളുണ്ട്. ഒമാനിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലകളിൽ ഒന്നായ അൽ തമാം ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ആദ്യത്തെ വേക്കൻസി വരുന്നത് മാനേജർ പോസ്റ്റിലേക്കാണ്. സാലറി വരുന്നത് 300 ഒമാൻ റിയാൽ വരെയായിരിക്കും. 28-നും 40-നും ഇടയിൽ പ്രായമുള്ള വിദേശത്ത് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ മാനേജറായി ജോലി ചെയ്ത് പരിചയമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. അടുത്ത വേക്കൻസി അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കാണ്. 28-നും 38-നും ഇടയിൽ പ്രായമുള്ള വിദേശത്ത് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്ത് പരിചയം ഉണ്ടായിരിക്കണം. സാലറി വരുന്നത് 250 മുതൽ 300 ഒമാൻ റിയാൽ വരെയായിരിക്കും. അടുത്ത വേക്കൻസി വരുന്നത് ബയ്യർ പോസ്റ്റിലേക്കാണ്. വിദേശത്ത് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ ബയ്യർ പോസ്റ്റിൽ ജോലി ചെയ്ത് പരിചയം ഉണ്ടായിരിക്കണം. 250 മുതൽ 300 ഒമാൻ റിയാൽ വരെയായിരിക്കും സാലറി. 28-നും 38-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. അടുത്ത വേക്കൻസി വരുന്നത് ഷോപ്പ് ഇൻചാർജ് പോസ്റ്റിലേക്കാണ്. 30-നും 45-നും ഇടയിൽ പ്രായമുള്ള വിദേശത്ത് ഹൈപ്പർ മാർക്കറ്റ് ഇൻചാർജായി ജോലി ചെയ്ത് പരിചയം ഉണ്ടായിരിക്കണം. സാലറി വരുന്നത് 300 ഒമാൻ റിയാൽ വരെയായിരിക്കും. അടുത്ത വേക്കൻസി സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ്. 24-നും 36-നും ഇടയിൽ പ്രായമുള്ള വിദേശത്ത് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ ജോലി ചെയ്ത് സൂപ്പർവൈസറായി ജോലി ചെയ്ത് പരിചയം ഉണ്ടായിരിക്കണം. 200 മുതൽ 250 ഒമാൻ റിയാൽ വരെയായിരിക്കും സാലറി. അടുത്ത വേക്കൻസി വരുന്നത് ഷെൽഫ് ബോയ് പോസ്റ്റിലേക്കാണ്. 21-നും 30-നും ഇടയിൽ പ്രായമുള്ള നാട്ടിൽ റിറ്റെയിൽ ഹോൾസെയിൽസ് ഷോപ്പുകളിൽ നിങ്ങൾക്ക് സെയിൽസ്മാൻ ആയിട്ടോ മറ്റോ ഷെൽഫ് ബോയ് ആയിട്ടൊക്കെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 130 ഒമാൻ റിയാലായിരിക്കും സാലറി ആയിട്ടുണ്ടാവുക. അടുത്ത വേക്കൻസി അക്കൗണ്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ്. 23-നും 30-നും ഇടയിൽ പ്രായമുള്ള BCom പാസ്സായിട്ടുള്ള മിനിമം 2 വർഷത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. സാലറി വരുന്നത് 150 മുതൽ 180 ഒമാൻ റിയാൽ വരെയായിരിക്കും. അടുത്ത വേക്കൻസി സെയിൽസ്മാൻ പോസ്റ്റിലേക്കാണ്. വിദേശത്ത് ഹൈപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്ത് പരിചയമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 150 മുതൽ 200 ഒമാൻ റിയാൽ വരെയായിരിക്കും സാലറി. അടുത്ത വേക്കൻസി റിസീവർ പോസ്റ്റിലേക്കാണ്. ഇന്ത്യയിലോ വിദേശത്തോ റിസീവർ ആയി ജോലി ചെയ്ത് പരിചയമുള്ള 23-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ഇന്ത്യയിലോ വിദേശത്തോ റിസീവറായി ജോലി ചെയ്ത് പരിചയം ഉണ്ടായിരിക്കണം. 150-നും 200-നും ഇടയിലായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക. ഈ ഒരു കമ്പനിയിലേക്ക് അൽതമാം ഗ്രൂപ്പ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി ഡാറ്റ എൻട്രി പോസ്റ്റിലേക്കാണ്. സാലറി വരുന്നത് 150 മുതൽ 200 ഒമാൻ റിയാൽ വരെയാണ്. ഇന്ത്യയിലോ വിദേശത്തോ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്ത് പരിചയം ഉണ്ടായിരിക്കണം. എല്ലാ വേക്കൻസികളിലേക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നെക്സ്റ്റ് വീക്ക് നമുക്ക് നടക്കാൻ പോവുകയാണ്. വളരെ ചെറിയൊരു സർവീസ് ചാർജിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ് ഈ അൽതമാം
ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ റിയാദിലേക്ക് ഇസാദ് സർവീസ് ഗ്രൂപ്പിലേക്ക് മിനി ബസ് ഡ്രൈവർമാരെയും വാൻ ഡ്രൈവർമാരെയും ആവശ്യമുണ്ട്. 12 മുതൽ 16 സീറ്റർ വരെയുള്ള വാഹനമായിരിക്കും നിങ്ങൾക്ക് ഓടിക്കാനുണ്ടാവുക. എനി സൗദി ലൈസൻസ് അക്സെപ്റ്റബിൾ ആണ്. നിങ്ങൾക്ക് സൗദി ലൈസൻസ് വാലിഡ് അല്ലെങ്കിൽ എക്സ്പെർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ഇൻ്റർവ്യൂ പങ്കെടുക്കാം. സൂം ഇൻ്റർവ്യൂ ആണ് ഇത്. 1800 സൗദി റിയാലായിരിക്കും സാലറി. ഫുഡ് ഉണ്ടാവുകയില്ല. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാനും എഴുതാനും വായിക്കാനും കഴിയണം. അതേപോലെ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാനും കഴിയണം. 40 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ്, യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 10 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി. കമ്പനി വർക്കേഴ്സിനെ റൂമിൽ നിന്നും ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുക. ജോലി സ്ഥലത്ത് നിന്നും അവരെ പിക്ക് ചെയ്ത് റൂമിൽ ഇറക്കുക. ഇത്രയായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാകുക. ഇത് മാത്രമേ നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുകയുള്ളൂ. റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. നമുക്കിതിന് മുന്നേ ദമാമിലേക്കുണ്ടായിരുന്നു. അതിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. ഇത് റിയാദിലേക്കാണ്. സൂം ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു സൂം ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള മറ്റൊരു വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലെ റിയാദിലേക്ക് ഡീസൽ മെക്കാനിക്കായിട്ട് വേക്കൻസി ഉണ്ട്. ഹെവി ഡീസൽ മെക്കാനിക്കിനെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. കേരള കാൻഡിഡേറ്റ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 2000 സൗദി റിയാലായിരിക്കും സാലറി. ഏകദേശം 45,000 ഇന്ത്യൻ രൂപ. 10 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി. 25-നും 40-നും ഇടയിൽ പ്രായമുള്ള നിലവിൽ നമ്മുടെ നാട്ടിൽ ഡീസൽ മെക്കാനിക്കായിട്ട് ഹെവി ഡീസൽ മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യുന്നവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. അത് എടുത്തു പറയാൻ കാരണം വീഡിയോ സെലക്ഷനാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നത് വീഡിയോ ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട് കമ്പനിയിലേക്ക്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടെങ്കിൽ, നിങ്ങൾ നിലവിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. റിയാദിലേക്കാണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്ക് തന്നെയാണ്. സൗദി അറേബ്യയിലെ റിയാദിലെ മാന വാട്ടർ കമ്പനിയിലേക്ക് 100 സെയിൽസ്മാൻ കം ഡ്രൈവർ പോസ്റ്റിലേക്ക് വേക്കൻസികളുണ്ട്. ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയും വാൻ സെയിൽസ്മാൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരുമാണോ മിനിമം 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ECR പാസ്പോർട്ടുകൾ നിർബന്ധമാണ്. സൗദി റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. 1500 സൗദി റിയാലായിരിക്കും നിങ്ങൾക്ക് ബേസിക് സാലറി, ഫിക്സഡ് സാലറി ഉണ്ടായിരിക്കുക. ഏകദേശം 34,000 ഇന്ത്യൻ രൂപ പ്ലസ് കമ്മീഷനും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മിനിമം ഒരു മാസം നിങ്ങൾക്ക് മിനിമം 45,000 രൂപയോളം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. അതിൽ മുകളിൽ ഏൺ ചെയ്യാൻ കഴിയും എന്നല്ലാതെ 45,000 രൂപയ്ക്ക് താഴെ എന്തായാലും നിങ്ങൾക്ക് ഏൺ ചെയ്യേണ്ടി വരില്ല. ഇന്ത്യൻ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. വാൻ സെയിൽസ്മാൻ ആയിട്ട് മിനിമം 1 വർഷത്തെങ്കിലും FMCG പ്രൊഡക്റ്റിൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയണം. 9 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. ഇതിലേക്ക് 38 അല്ലെങ്കിൽ 40 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ECR പാസ്പോർട്ടുകൾ പരിഗണിക്കും. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, യോഗ്യതയുള്ള യുവാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്.